ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ രീതിയിൽ ഒരു കാരണവുമില്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരെ ഷിർക്കിന്റെയും കുഫറിന്റെയും വാലിന്റെയും മുവിന്റെയും ഫത്വ നൽകാൻ ഇക്കൂട്ടരെ പ്രേരിപ്പിച്ചതിനെ കുറിച്ച് ആകെ മൊത്തം മാറ്റി ചുരുക്കി ഞാൻ ഒന്നുകൂടി പറയുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കയ്യിൽ ഇവരെങ്ങനെയോ പെട്ടുപോയി. എന്നിട്ട് ഇവരാലോചിച്ചു, ഇസ്ലാമിനെ തകർക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഖുർആൻ പഠിക്കരുത്, ഹദീസ് പഠിക്കരുത്, മദ്രസ മുടക്കി, അങ്ങനെ ഹുതുമ പരിഭാഷ മുടക്കി, അതുപോലെ സ്ത്രീകളുടെ പള്ളിയിൽ വരുന്നതിന്റെ സ്ത്രീകളുടെ അവകാശത്തെ ഇവർ വെട്ടിച്ചുരുക്കി. അങ്ങനെ തുടങ്ങി മുസ്ലിം സമൂഹത്തിന്റെ പകുതിയായ സ്ത്രീകളെ ഇവർ അവഗണിച്ചു. അങ്ങനെ സക്കാത്തിന്റെ സംഘടിത വിതരണത്തെ മുടക്കി. എല്ലാം പ്രവാചകന്മാരെ കുറിച്ചുള്ള മതിപ്പ് നശിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ എഴുതി വെച്ചു. ഒക്കെ കഴിഞ്ഞിട്ടും എല്ലാം ഇവിടെ പ്രചരിക്കുന്നു. എവിടെന്നാണ് ഇവരെ നോക്കി? അതിന്റെ ഉത്തരവാദിത്തം ജമാഅത്തെ ഇസ്ലാമിക്കാണ്. അതുകൊണ്ട് അവരുടെ മുഖ്യ വിരോധവും മുഖ്യ ശത്രുവും ജമാഅത്തെ ഇസ്ലാമി ആയത് അങ്ങനെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ നമ്മൾ പ്രവാചകന്മാർ അധിക്ഷേപിച്ചിട്ടില്ല. ഇത്രയും മോശമായിട്ട് നമുക്ക് പറയാൻ പോലും ഇപ്പോൾ പ്രയാസമാണ്. അങ്ങനത്തെ അത്തരത്തിലാണ് സംഗതികളുള്ളത്. എന്നീ രീതിയിൽ ഈ പൗരോഹിത്യ പരീക്ഷകൾ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ പറ്റി എഴുതി വെച്ചതും അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളതുമൊക്കെ ഇതുപോലെ പരസ്യമായി മൈക്കകെട്ടിക്കൊണ്ട് കേരളത്തിലൊന്നാകെ ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രസംഗകരെല്ലാം കൂടി ഒന്നങ്ങോട്ട് 2 ആഴ്ചക്കാലം പ്രചരിപ്പിച്ചു വരുന്നെങ്കിൽ ഈ പൗരോഹിത്യ സംഘത്തിന്റെ ഓഫീസ് തന്നെ പൂട്ടിപ്പോകുമായിരുന്നു. ഞങ്ങളുടെ ക്ഷമയുടെ ആനുകൂല്യം കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ടല്ലോ, അവരാ മാന്യതയെങ്കിലും കാണിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ വളരെ വിനയത്തോടുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രത്യേകമായ ആരോപണങ്ങൾ അങ്ങോട്ട് ഉന്നയിച്ചിട്ട് ആളുകളുടെ മുമ്പിൽ സച്ചരിതരായ അല്ലാഹുവിന്റെ വിശുദ്ധരായ പ്രവാചകന്മാരെ പറ്റി മോശമായത് പറയലും ഇത് പ്രചരിപ്പിക്കലും ഒരു പരിപാടിയാക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ സംഭവം അല്ലെങ്കിൽ ഇതൊന്നും വലിയൊരു സംഗതിയൊന്നുമല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പരിശുദ്ധരാണ്. അവർക്ക് മാതിരി ഒരു വീഴ്ചയും സംഭവിക്കില്ല. അവരെല്ലാ കാര്യത്തിലും മനുഷ്യരുടെ എല്ലാ വീഴ്ചകളിൽ നിന്നും ഉന്നതരാണ്. അവർ മഅ്സൂമുകളും മുത്തഖികളും ഏറ്റവും നല്ല, ഏറ്റവും 100% മാതൃകായോഗ്യരുമാണ്. അവരെ കണ്ടാണ് ദീന് പഠിക്കേണ്ടത്, അവരെ കൊണ്ടാണ് ദീന് പ്രചരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് അത്രയും പരിശുദ്ധരായ പ്രവാചകന്മാരെ പറ്റി ഇത്രയും മോശമായി എഴുതിവെച്ച ഈ ഗ്രന്ഥം ഞങ്ങളുടെ ഗ്രന്ഥമല്ല എന്ന് പറയാൻ പറ്റൂല. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ന്യായീകരിക്കാനാണോ ഭാവം എങ്കിൽ ഞാൻ പറയുന്നു, അതൊക്കെ ന്യായീകരിച്ചെത്തിത്തീരുന്ന ഒരു പ്രവാചകനുണ്ടാകുമല്ലോ. ആ പ്രവാചകന്റെ ജഡം പിന്നെ ദ്രവിച്ചാലും വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ പിന്നെ അങ്ങനത്തെ അത്രത്തോടത്ത് കണ്ട് എത്തിയിട്ടുണ്ടാവും. ഇനി അതല്ല, അങ്ങനെയൊന്നുമില്ല, അത് കള്ളക്കഥയാണ് എന്നാണെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ പറയുന്നില്ല. എന്തായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമാതിരി പരിപാടികൾ ഇങ്ങനെ മാറി മറിച്ചും നടത്തൽ ഞങ്ങളുടെ വിഷയമല്ലെങ്കിലും സാധാരണക്കാർ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. ഇങ്ങനെയൊക്കെ ചില വശങ്ങളുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ആനുകൂല്യം കൊണ്ട് ഇവിടുത്തെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ മൗനം പാലിക്കുന്നത് കൊണ്ടും അവരുടെ സംസ്കാരം കൊണ്ടുമാണ് ഇതൊക്കെയും ഇവിടെ അറിയപ്പെടാതെ പോകുന്നത്. ഇതിനെയൊക്കെ ഇമാം റാസി വളരെ ശക്തമായിട്ട് ഗണ്ണിച്ച് കൈകാര്യം ചെയ്ത് വിട്ടതും കാണാൻ പറ്റും. തഫ്സീർ എടുത്ത് നോക്കിയാൽ അതാണ് സംഭവം. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലെ ഇസ്ലാമികമായ സമൂഹത്തിന്റെ നവജാഗരണ സംരംഭത്തിന് വേണ്ടി ആരോഗ്യകരവും മാന്യവുമായ രീതിയിൽ ആരെയും കാര്യമായിട്ട് അധിക്ഷേപിക്കാനും തെറി പറയാനും കുറ്റം പറയാനും കാഫറാക്കാനും മുനാഫിക്കാക്കാനും മുതിരാതെ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള മാന്യമായ ഇസ്ലാമിക പ്രബോധന രീതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ ഇസ്സത്തുയർത്താൻ വേണ്ടി സമാധാനപരമായി ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമ്മ്യൂണിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും മറ്റു ഭൗതിക വ്യവസ്ഥിതികളുടെയും പിടിയിൽപ്പെട്ടുകൊണ്ട് സാധാരണക്കാരൻ ദീനിൽ ഇസ്ലാമിന്റെ പാതയിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവരെയൊക്കെ ശരാശരി യഥാർത്ഥ ദീനിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആധുനിക ലോകത്തിന് ഫിറ്റായ രീതിയിൽ അടിയുറപ്പിച്ചു നിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ ജനങ്ങളുടെ മുമ്പിൽ കരിവാരിത്തേക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യം ഇത്രമാത്രം വലിയ കാപഢ്യമുള്ളതാണെന്നും അവരുടെ കപടതയുടെ കുടിലതയുടെ പോൽമുഖങ്ങൾ പൊളിച്ചു മാറ്റാൻ ഇവിടുത്തെ സാധാരണക്കാരെന്ന് ചിന്തിച്ചാൽ മാത്രം മതിയെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ കേട്ടതിന് ശേഷം നിങ്ങളുടെ ആ സത്യാസത്യ വിവേചനത്തിന്റെ ശേഷിയുള്ള മനസ്സുകൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് ശരിയെന്ന് തോന്നുന്നത് സ്വീകരിക്കണം എന്ന് വളരെ വിനയത്തോടുകൂടി സൂചിപ്പിക്കുകയാണ്. ഞാനിവിടെ പറഞ്ഞ സംഗതികളെ പറ്റിയല്ലാതെ വേറെന്തെങ്കിലുമൊക്കെ കൂടി പറഞ്ഞിട്ട് ഞങ്ങളും മറുപടി പറഞ്ഞു എന്ന് വെച്ച് തീർക്കുന്ന അവസ്ഥയിൽ ഒരു പരിപാടി എന്തായിരുന്നാലും ഉണ്ടാകാം. പക്ഷെ അതിനുശേഷവും പിന്നെ അതിന് ഞങ്ങളും അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് തീർക്കേണ്ടുന്ന അവസ്ഥ ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടും ഞങ്ങൾക്ക് മുഖ്യമായ പരിപാടി വേറെയുള്ളത് കൊണ്ടും ഈ പറയുന്ന സംഗതികളൊക്കെയും നിഷേധിക്കാൻ കഴിയാത്ത സത്യമായതുകൊണ്ടും ഇത് ഞങ്ങളുടെ ഒരു സ്ഥിരം സമ്പ്രദായമല്ല എന്നറിയിച്ചുകൊണ്ട് നിങ്ങൾ മൈക്കെടുക്കണമെങ്കിൽ മൈക്കെടുത്തോ, പക്ഷേ പിന്നെ മൈക്കെടുക്കാൻ ഞങ്ങളെ കണ്ടുകൊള്ളണമെന്നില്ല. അതൊരു പരാജയമാണെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രാവശ്യം പരാജയപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ വിജയിച്ചത്. കാരണം ആളുകളിൽ ബഹുഭൂരിപക്ഷവും ബുദ്ധിയുള്ളവരാണ്. ആ ബുദ്ധിയുള്ളവരോടാണ് ഇത് പറയുന്നത് എന്നൊക്കെയുള്ള ബോധത്തോടുകൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി സംഘടിതമായി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അവൻ നമുക്ക് നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെയും അതിനെതിരിൽ പ്രചാരണം നടത്തുന്ന അതിന്റെ കൂട്ടാളികളെയും അല്ലാഹു ഈ സന്മാർഗത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള സന്മനസ് അവർക്ക് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന വീഴ്ചകളും പോരായ്മകളും സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അവസാനം അവന്റെ അനുഗ്രഹീതമായ സ്വർഗ്ഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.